മക്കളെ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നതായിരുന്നു ഇങ്ങോട്ടേക്ക് കേട്ടോ. എന്നോട് എന്റെ കെട്ടിയോൻ പറഞ്ഞു മക്കളെ പരിപാടിയൊക്കെ ഉള്ളതല്ലേ, ആടെ തിന്നാനൊക്കെ അല്ല തിന്നാണ്ടായിട്ടല്ല കേട്ടോ, മക്കളെ പരിപാടി കാണാൻ വേണ്ടി ഇനി പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ പോന്നതായിരുന്നു. പോന്ന് നോക്കുന്ന സമയത്തല്ലേ നിറച്ചു ആൾക്കാർ, ബാക്കിലൊന്നും ഇരിക്കാൻ സ്ഥലമില്ല. ഞാൻ ആ ബാക്കിലാണ് ചെന്നും കണ്ടത്. ആ തൊപ്പിട്ട ചെക്കനോട് പറഞ്ഞു, അവന്റെ അടുത്ത് ഒരു കസേര ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞു, മോനെ വയസ്സായിട്ടുള്ള ആളല്ലേ, ഞാനൊന്ന് കുത്തിരിക്കട്ടെ, ഒന്ന് ഒഴിഞ്ഞു തരുമോന്ന്. അപ്പൊ ഓനെ ആടോ അവന്റെ പേഴ്സും ബാഗൊക്കെ വെച്ചും കണ്ടു. എന്റെ ഓള് വന്നാൽ ഇരിക്കാനുള്ളതാണ്, ആയിക്കോട്ടെ ഞാൻ അങ്ങോട്ട് ക്ഷമിച്ച് വേണ്ടാന്ന് വെച്ച് ഞാനിപ്പുറത്ത് നിന്നും കണ്ടത് ആ മൂപ്പരെടുത്ത് വന്നും കണ്ട് ആടെ 2 കസേര ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. എന്നാ കുറച്ച് നേരം കുത്തിരിക്കാൻ പോയി കുത്തിരിക്കാൻ നിന്നപ്പോ മൂപ്പര് ടവല് വെച്ചും കണ്ട് പറഞ്ഞു, എന്റെ പിന്നെ മരിയോളും മക്കളൊക്കെ വരുന്നുണ്ട്, ഓർക്ക് ഇരിക്കാനുള്ളതാണ്. ഞങ്ങളൊരു കാര്യം ചെയ്യും, പോരെ എന്നൊരു സാരി കൊണ്ടുവന്നും കണ്ട് ഒന്നായിട്ടായിട്ട് മൂടിയിട്ടേക്കുന്നത് കുടുംബക്കാരൊന്നായിട്ട് കൊണ്ടുപോയി കുത്തിപ്പിച്ചാലി അങ്ങോട്ട് അല്ല ബാക്കിയുള്ളവർ വരുന്നവർ ഇരിക്കാനും അങ്ങനെ കുറ്റം പറഞ്ഞല്ല കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ഇരിക്കാൻ സ്ഥലമൊക്കെ അങ്ങനെ കുറ്റം പറഞ്ഞല്ല. എല്ലാവരും പറയും ഞാൻ എവിടെയും വന്ന് എന്തെങ്കിലും കുത്തിരിഞ്ഞുണ്ടെങ്കിൽ എന്തെങ്കിലും കുശുമ്പോ കുന്നായ്മയോ പരദൂഷണോ പറയാൻ വേണ്ടി വരെയാണ്. നിങ്ങൾക്ക് എന്റെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, ഞാൻ അങ്ങനത്തെ ഒരാളാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പറയും ആണോ? ആണോ ചേച്ചിയെ? നിങ്ങൾ പറയും. ഒരിക്കലും ഇല്ല. കണ്ടോ, മൂപ്പത്തിന് എനിക്ക് നല്ല പരിചയം, ഞങ്ങൾ കുടുംബശ്രീയിലൊക്കെ ഒരുമിച്ച് വരുന്നതൊക്കെയാണ്. അല്ല നിങ്ങൾ ഒറ്റയ്ക്ക് പോന്നിക്കേ, ലതേനി സുമേനൊന്നും കൂട്ടിയില്ല. എങ്ങനെ കൂട്ടാനാ? ഒരു തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ അങ്ങനെ പറയല്ല കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഞാൻ കുടുംബശ്രീ പോയ സമയത്ത് ഇവിടെ രമണി, നിങ്ങൾക്കറിയില്ല രമണീനെ? രമണി വന്നോന്ന് ചോദിച്ചു, കാരണം ഓള് വരിസംഖ്യ അടയ്ക്കാണ്ടേനി. ഓള് വന്നോന്ന് ചോദിച്ചു, ഓള് വന്നില്ല. ഓക്ക് എന്തോ സൂക്കേടാണോ? എന്തേത്തും സൂക്കേട്? പള്ളവേ കേട്ടെന്തോ ഡോക്ടറെ കാണിക്കാൻ പോയപ്പോ എന്തോ സ്കാനിങ് നടത്തിയും പോലെ, സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് കിട്ടിയപ്പോ തൊട്ട് ഇവള് നെഞ്ചത്തടിച്ചുള്ള കരച്ചിലല്ലേ, എന്റെ കിഡ്നി ചുരുങ്ങിപ്പോയി, എന്റെ കിഡ്നി ചുരുങ്ങിപ്പോയി. ഇവളെ കിഡ്നി ഒന്നായിട്ടുണ്ടല്ലോ ചുരുങ്ങി കണ്ട് ഇത്രയായി പോയി പോലും, 2 കിഡ്നിയും. അങ്ങനെ വെള് പറഞ്ഞു ഇതൊക്കെ എന്തോ മാരക സൂക്കേടാണ്. കുടുംബശ്രീന്ന് ഞങ്ങൾ പിരിപ്പിച്ച് പൈസയൊക്കെ പിരിപ്പിച്ചും കണ്ട് ഓപ്പറേഷൻ ചെയ്യാനൊക്കെ ആയിട്ട് കൊണ്ട് കൊടുത്ത്. അങ്ങനെ വെള് പിന്നെ പുറത്തൊന്നും ഇറങ്ങുന്നില്ല, ഭയങ്കര കരച്ചിലേനി. അങ്ങനെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി കണ്ട് ഡോക്ടർ നോക്കിയപ്പോഴല്ലേ അറിയുന്നത് അത് കിഡ്നി ചുരുങ്ങിപ്പോയതല്ല. ഓളെ 3ാമത്തെ പ്രസവത്തിന് ഡോക്ടർ പ്രസവം എടുത്ത സമയത്ത് മൂപ്പരെ എയർപോർട്ടിലെ ചെവിയിലെടുക്കുന്ന ഹെഡ്സെറ്റ് അത് അതിനകത്ത് വെച്ചും കണ്ട് മറന്നുപോയതാ. എങ്ങനുണ്ട്? അല്ലപ്പോ അതൊക്കെയാണല്ലോ, കത്രികയും പൂട്ടൊക്കെയാണല്ലോ വള്ളേനകത്ത്, ഹെഡ്സെറ്റ് ഇതിനകത്ത് വെച്ച് ഇത് കണ്ട് ഇവള് പറയാം ഇവളെ കിഡ്നി ചുരുങ്ങിപ്പോയി എന്ന്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ കുടുംബശ്രീന്റെ പൈസ തിരിച്ചെന്നേക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, ഇത് ചെറിയ ഹെഡ്സെറ്റ് അല്ലേ, അത് പുറത്തെടുത്തേക്കാണ്. അപ്പോൾ പുറത്തെടുക്കണ്ട, ആപ്പിളിന്റെ 20,000 റുപ്യന്റെ ഹെഡ്സെറ്റ് ആണ്, അവിടെ തന്നെ കിടന്നോട്ടെ. അതെന്തോ ചെറിയ കത്രിക എങ്ങാനും അതിനെങ്കിൽ ഓളെ അവിടെ കിടന്നും കണ്ട് ഒച്ചയും ബഹളം ഉണ്ടാക്കൂലേ. 20 റുപ്യന്റെ കത്രികയാന്ന് പറഞ്ഞും കണ്ട് 20,000 റുപ്യന്റെ ഹെഡ്സെറ്റ് ആയപ്പോൾ പറയാം അതിനകത്ത് കിടന്നോട്ടെ, ഇടയ്ക്കിടയ്ക്ക് കിഡ്നിക്ക് പാട്ട് കേൾക്കാലോ പച്ചക്കറി അരിയുമ്പോൾ. എങ്ങനുണ്ട്? ഇതാ ഞാൻ പറഞ്ഞു, ഞാൻ ഉള്ള കാര്യം പറയാണ്. നിങ്ങൾ ഇനി അത് പോയി കണ്ട് ഓളോട് പോയി ചോദിക്കാനോ പറയാനോ നിൽക്കണ്ട.